السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹാദരകൾ നിറഞ്ഞ ഗുരുവര്യന്മാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇൻഫോറിം 2K25 ഈ മഹനീയ വേദിയിൽ മലയാളിയുടെ ഭക്ഷണ സംസ്കാരം നിറയുന്നത് വയറോ അതോ കുപ്പയോ എന്ന വിഷയത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തുണക്കട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, പ്രപഞ്ചനാഥൻ മനുഷ്യന് കനിഞ്ഞേകിയ മഹത്തായ അനുഗ്രഹമാണ് ഭക്ഷണം. ജീവജാലങ്ങളുടെയും സസ്യങ്ങളുടെയും നിലനിൽപ്പിന് ഭക്ഷണം അനിവാര്യമാണ്. സസ്യങ്ങൾക്ക് മണ്ണിനടിയിലൂടെ ഭക്ഷണം ഒരുക്കിയ ഉടയമ്പ് തമ്പുരാൻ ജീവജാലങ്ങൾക്ക് മണ്ണിൽ നിന്നും വിളയിച്ചെടുക്കുന്ന വിഭവങ്ങളിലൂടെ ഭക്ഷണം ഒരുക്കി. വിശ്വാസികളായിരുന്ന മലയാളികൾ ഭക്ഷണത്തെ ദൈവികമായും പവിത്രമായും കണ്ടു. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപപ്പെട്ട മലയാളിയുടെ ഭക്ഷണ സംസ്കാരം പ്രശംസനീയമായിരുന്നു. മണ്ണിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന വിഭവങ്ങളെ പവിത്രമായി കാണുകയും ഭക്ഷണത്തിന് വില കൽപ്പിക്കുകയും ചെയ്തിരുന്നു. മലയാളിയുടെ ഭക്ഷണത്തിൽ മായമുണ്ടായിരുന്നില്ല, വിഷമുണ്ടായിരുന്നില്ല. ഓരോരുത്തർക്കും ആവശ്യമുള്ളത് അവർ ഉൽപ്പാദിപ്പിച്ചുണ്ടാക്കി. എന്നാൽ കവി പാടിയതുപോലെ കാലം മാറി വരും, കാറ്റിൻ ഗതി മാറും, കടൽ വറ്റി കരയാകും, കര പിന്നെ കടലാകും, കഥ ഇത് തുറന്നു വരും എന്ന കവിഭാവന മലയാളിയുടെ ഭക്ഷ്യ സംസ്കാരത്തെക്കുറിച്ചും സത്യമായി പുലർന്നു. അരനൂറ്റാണ്ട് മുമ്പ് അരിയാഹാരം മാത്രമായിരുന്നു 3 നേരം മലയാളി കഴിച്ചിരുന്നത്. ചോറ്, കഞ്ഞി, 1-2 കറികൾ മാത്രം, ചിലപ്പോൾ ചമ്മന്തി മാത്രം. അന്ന് ഭക്ഷണം കഴിച്ചിരുന്നത് ജീവിക്കാനായിരുന്നു. എന്നാൽ ഇന്ന് ജീവിക്കുന്നത് ഭക്ഷിക്കാനാണ് എന്ന നിലയിൽ മലയാളിയുടെ ഭക്ഷണ സംസ്കാരം മാറി. ഓരോ ദിവസവും 1,00,000 ബ്രോയിലർ കോഴികളാണ് അതിർത്തി കടന്ന് കൊച്ചു കേരളത്തിലെത്തുന്നത് എന്ന കണക്ക് തന്നെ മാറിയ മലയാളിയുടെ ഭക്ഷണ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. തിരക്ക് പിടിച്ച മലയാളിയുടെ ജീവിതത്തിലേക്ക് ഫാസ്റ്റ് ഫുഡ് സംസ്കാരം കടന്നു വന്നു. തെറ്റായ ഭക്ഷണശീലങ്ങൾ ജീവിതശൈലി രോഗങ്ങളായ കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം, അമിതവണ്ണം എന്നിവ മലയാളിയുടെ ഇടയിൽ വ്യാപകമാകാൻ കാരണമായി. ഇതിനെല്ലാം പുറമെ മലയാളിയുടെ ഭക്ഷണത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറി. വിശപ്പടക്കാൻ ചോറ് തിന്ന മലയാളി ബിരിയാണിയിലേക്കും മന്തിയിലേക്കും ഷവർമയിലേക്കും മറ്റ് ഫാസ്റ്റ് ഫുഡിലേക്കും ചേക്കേറി. പൊങ്ങച്ചത്തിന് വേണ്ടി വൈവിധ്യങ്ങളായ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കി തിന്നാനല്ല, സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി ഓരോ കല്യാണങ്ങൾ കഴിയുമ്പോഴും സൽക്കാരങ്ങൾ കഴിയുമ്പോഴും വയറുകൾ നിറയുന്നതിന് പകരം കുപ്പകൾ നിറയാൻ തുടങ്ങി. യാതൊരു ലജ്ജയുമില്ലാതെ ഭക്ഷണങ്ങൾ പായാക്കാൻ തുടങ്ങി. സുഹൃത്തുക്കളെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ പട്ടിണി കിടന്ന് മരിച്ചു വീഴുമ്പോഴാണ് മലയാളിയുടെ ഈ ദൂർത്ത് എന്നോർക്കണം. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ഫാവയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് 55 രാജ്യങ്ങളിലായി 13 കോടിയിലധികം ജനങ്ങൾ ഭക്ഷ്യദൗർലഭ്യത്തിൽ ജീവിക്കുന്നുണ്ട്. ഇസ്രായേൽ നായാട്ടം നടത്തിയ ഗസയിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് പട്ടിണി കിടന്ന് മരിച്ചു വീണത്. നൊമ്പരപ്പെടുത്തുന്ന ഇത്തരം ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തുമ്പോഴും മലയാളി ഭക്ഷണത്തിൽ ദൂർത്തടിക്കുന്നു എന്നതാണ് ദുഃഖസത്യം. സൂറത്തുൽ ആറാഫിലെ 31-ാം വാക്യത്തിൽ അല്ലാഹു പറയുന്നു, വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക, പാനം ചെയ്യുക, എന്നാൽ ദൂർത്തടിക്കരുത്. ദൂർത്തടിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ഈ വചനങ്ങൾ മലയാളി മുസ്ലിങ്ങൾക്കെങ്കിലും പാഠമാവണം. കല്യാണത്തിൻ്റെയും സൽക്കാരത്തിൻ്റെയും പെണ്ണുകാണലിൻ്റെയും വിവാഹത്തിൻ്റെയും ബർത്ത്ഡേയുടെയും പേരിൽ ലക്ഷങ്ങളുടെ ഭക്ഷണം പായക കുപ്പയിലേക്ക് പോകുമ്പോൾ ഗസയിലെ തെരുവോരങ്ങളിലും ആഫ്രിക്കൻ നാടുകളിലും വിഷം നൊട്ടിയ വയറുമായി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന മനുഷ്യ മക്കളെ മലയാളികൾ ഓർക്കണം. മുസ്ലിമിന്റെ തീൻ മേശകളിൽ ഭക്ഷണ വിഭവങ്ങൾ കുന്നുകൂടുമ്പോൾ ഐഷാബി ഉദ്ധരിച്ച ഹദീസ് നമുക്ക് ഓർമ്മ വരണം. മഹദി പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഏത് ഭക്ഷണം കഴിച്ചാലും 2 നേരം പ്രത്യേകം തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല. മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായത് അവന്റെ വയറാണ് എന്ന തിരുവചനം ശ്രദ്ധയിൽപ്പെടുത്തി പുതിയ കാലത്തെ മലയാളിയുടെ ഭക്ഷണ സംസ്കാരം തിരുത്തേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ കൊച്ചു ഭാഷണം നിർത്തുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.